ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് തേഴ്സ്ഡേ. അപ്പോൾ രാവിലെ കട്ടനൊക്കെ റെഡിയാക്കി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ദോശയും കടലക്കറിയാണ് കേട്ടോ. ഇന്നത്തെ കടലക്കറി കുറച്ച് സ്പെഷ്യലാണ് എനിക്ക്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കടലക്കറി കഴിക്കാൻ പോകുന്നതും വെക്കുന്നതും. അപ്പം ഇന്നത്തെ കടല നമ്മുടെ കറുത്ത കടല അറിയാലോ, ബ്രൗൺ കളറ്, ആ കടലയാണ് കേട്ടോ. ഞാനങ്ങനെ കഴിക്കാറില്ല. എനിക്ക് കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു കടലയാണിത്. അത് എന്തോ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു അരപ്പ് പിടിക്കാത്ത ടൈപ്പ് കടലയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടപ്പെടാത്തത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ കടല ഇപ്രാവശ്യം വാങ്ങി അത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം അത് റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ കടല കഴുകി വൃത്തിയാക്കി, തലേദിവസമേ കുതിർത്ത് വെച്ച കടല വൃത്തിയാക്കി അതിനകത്ത് ഒരു 5-6 കൊച്ചുള്ളിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ വറുത്തരച്ചാണ് ഈ കടലക്കറി വയ്ക്കുന്നത്. ഞാൻ കുറച്ചധികം റെസിപ്പീസൊക്കെ നോക്കി കുറേ സെർച്ചൊക്കെ ചെയ്താണ് ഈ കടലക്കറി വയ്ക്കുന്നത് കേട്ടോ. കാരണം ഫസ്റ്റ് ഇതങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിലില്ല. വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ കുറേ വർഷങ്ങളായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ വയ്ക്കുന്നതല്ലേ, കുറച്ച് നന്നായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ അധികം റെസിപ്പീസൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് എൻ്റേതായ പൊടികളും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വറുത്ത് തീയലിനൊക്കെ വറുക്കുന്ന പോലെ വറുത്ത് മസാലകളൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് കടല മാറ്റുകയാണ്. അപ്പം ഇതിനകത്തു നിന്ന് കുറച്ച് കടല നമ്മൾ എടുത്ത് മാറ്റും. അത് നോർമലി കടലക്കറി വയ്ക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി ഗ്രേവിക്കൊക്കെ കട്ടി കൂടാനായിട്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ കുറച്ച് കടല എടുത്ത് മാറ്റും. ഒരു 2 സ്പൂൺ കടല എടുത്ത് മാറ്റും. അത് അരച്ച് നമ്മൾ ലാസ്റ്റ് ചേർക്കും. അപ്പോൾ കടല ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് 2 സ്പൂൺ കടല എടുത്ത് മാറ്റി. അതിന് ശേഷം നമ്മുടെ അരപ്പ്, നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് അതായത് വെള്ളം തൊടാതെ അരച്ചാൽ അത്രയും ടേസ്റ്റാണ്. എൻ്റെ മിക്സി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ജാറേ ഉള്ളൂ മിക്സിക്ക്. നമ്മുടെ ചെറിയ ജാറ് പണിമുടക്കിയിരിക്കുകയാണ്. അപ്പം വലിയ ജാറിൽ നമുക്ക് വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് അടച്ച് വെച്ച് തിളപ്പിക്കാം. എന്നിട്ട് ഞാൻ നമ്മുടെ കടല അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് തേങ്ങാക്കൊത്തും ഉള്ളിയും വറ്റൽമുളകും എല്ലാം താളിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നല്ല ചൂട് ദോശയ്ക്കകത്ത് ഈ കടലക്കറി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.